വീക്കാണോ? നീ ക്ലാസ്സിൽ കയറണില്ലേ? നീ ക്ലാസ്സോ ഓർമ്മിച്ചെന്തായി? ഞാൻ ആ കാര്യം മറന്നിരിക്കുമായിരുന്നു. എൻ്റെ പൊന്നു മക്കനെ നീ ഇങ്ങനെ ചീത്ത പറയണമെന്നില്ല. എനിക്ക് ബോറടിക്കാനുള്ളൂ കയറിന്നിട്ട്. ഞാൻ ലൈബ്രറി കയറി പോയിരിക്കായിരുന്നു. ഗുഡ് ബൈ. എൻ്റെ പൊന്നു പോലെ നീ ഒന്ന് വേഗം വന്നേ, ക്ലാസ് അത് കേട്ടില്ല. എൻ്റെ പൊന്നു പോലെ കൂടെ കയറി വന്നേ നീ. ഞാൻ അതേ വരുന്നു. അല്ലേലും ഈ പഠിപ്പയുടെ കൂടെ നടന്നാൽ എൻ്റെ അവസ്ഥ ഇതാ. അല്ലേലും ഞാൻ ആരും പിടിച്ചു വെച്ചിട്ടില്ല. നല്ലതായിട്ട് വിളിച്ചതാ. വേണ്ടെങ്കിൽ വേണ്ട, എന്നെ വേണ്ടെങ്കിൽ നിങ്ങൾ പോ. ഞാൻ ശല്യം വരുന്നില്ല, പോരെ. ചേടാ, ഞാൻ ചുമ്മാ പറഞ്ഞതല്ലേ. എൻ്റെ പൊന്നേ, നീ അങ്ങനെ ഇനി ശല്യാണോ? നീ ഒന്നും അങ്ങനെ പറഞ്ഞേക്കല്ലേ കേട്ടല്ലോ. ഇങ്ങനെയൊന്നും നോക്കാതെടാ. അല്ല, ഇന്ന് മോനെ വല്ലവരൊക്കെ ക്ലാസ്സിൽ കിട്ടി. ഇനി ഇവിടെ നമുക്ക് നോക്കിക്കണ്ട. വാ, നമുക്ക് ക്ലാസ്സിൽ പോവാലോ. ഇവൻ ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ? ക്ലാസ് കുറച്ച് നാളെ ലേറ്റുള്ളൂ. അപ്പോഴേക്കും മാറാന്ന് പറഞ്ഞ എന്ത് ചെയ്യുന്ന രക്തം പിടിയില്ലടാ. ഹലോടാ കേറി. ഈ കേട്ടു വെച്ചുള്ളൊരു ശബ്ദം. എടാ, നീ ഇവിടെയാണോ പഠിക്കണേ? അല്ല അല്ല മോനെ, നീ എന്ത് ഇവിടെ ഇത്രയിട്ട് കൂടാലോചന? എനിക്കും പറയാറുണ്ടെന്നാണെങ്കിൽ എൻ്റെ അടുത്തും പറയോ? ജെനിഫറെ, നീ ഇവിടെ ആയിരുന്നല്ലേ? എടി, ഞങ്ങൾ ചെറിയൊരു പ്രശ്നമുണ്ട്. ഇനി പിന്നെ കുറച്ചും കൂടെ ഡിലേറ്റ് ചെയ്ത് സംസാരിക്കാവേ. എടി, അധികം വലുതൊന്നുമില്ലടി. ഞങ്ങൾ അവിടുത്തെ ഹോസ്റ്റലല്ലേ, അവിടുത്തെ റൂം ഫുള്ളും ഫില്ലായി. ഞങ്ങളുടെ റൂമിൽ തന്നെ കുറേ പേരായി. അപ്പോൾ ഞങ്ങളുടെ റൂമിൽ നിന്ന് 2 പേരെ മാറാൻ പറഞ്ഞേക്കുക. അപ്പോൾ ഞങ്ങൾക്ക് മാറാനായിട്ടാണെങ്കിൽ ഒരു വീടില്ലടി, അതാ. അതാണ് പ്രശ്നം. ഞാനിവിടെ നാട്ടിൽ വന്നിട്ട് കുറച്ച് നാളായി. പക്ഷെ എൻ്റെ അപ്പയും അമ്മയും കൂടിയിട്ട് അമേരിക്ക പോയേക്കാം. നിനക്ക് വിരോധമില്ലെങ്കിൽ എൻ്റെ കൂടെ ആ വീട്ടിൽ താമസിക്കാം. ആടി, പക്ഷെ എൻ്റെ കൂടെ ഇവനും കൂടി ഉണ്ടാവട്ടെ. അതിനിപ്പോൾ എന്താ, നിങ്ങൾ 2 പേരും എൻ്റെ വീട്ടിൽ താമസിച്ചു. അവിടെ കുറേ റൂംസ്. വേണ്ട, ഞാൻ വേറെ നോക്കാം. അതൊന്നും വേണ്ട, നമുക്ക് ഒരുമിച്ച് അവിടെ താമസിക്കാം. അപ്പോൾ അത് കേട്ട് ഇനി അതിൻ്റെ കാര്യം ഓർക്കേണ്ട. അപ്പം മോളെ, ഞാനൊന്ന് വൈകിട്ട്. അപ്പോൾ ഗൈസ്, ഞങ്ങൾ ഇവിടുന്ന് പോവുകയാണെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ട് വീട് സെറ്റാക്കി. വഹീന, നീ എല്ലാം എടുത്തല്ലോ. അപ്പം ഞാൻ ഇതൊക്കെ കൊണ്ടുപോയി കാലെടുത്ത് വെക്കട്ടെ കേട്ടോ. ആടെ ഞാനെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. നീ അതെടുത്ത് വെച്ചിട്ട് വാ. എടാ വഹീന, ഒന്ന് നിന്ന് നീ. ആടെ അക്കു, നീ പറയാം. അക്കൂന്ന് വിളിക്കാതെ തന്നെ അഗസ്റ്റിന്ന് വിളിക്കണം. പക്ഷേ ഞാൻ പറയാൻ വന്നത് ഇന്നെങ്കിലും ഞാൻ അവൻ്റെ അടുത്ത് പറയണം, കേട്ടല്ലോ. നീ അപ്പോൾ പോയിട്ട് വേണം പറയണം, കേട്ടോ. കണ്ണികളൊക്കെ മനസ്സിലാലോചിക്കും വേണ്ട, എല്ലാം തുറന്ന് പറയാൻ വേണം. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ പേടിക്കും വേണ്ട. അവനുണ്ടെന്നെനിക്ക് ഡൗട്ടുണ്ട്. എടാ വഹീന, നീ വീടിനുണ്ടാ? ലേറ്റ് ആവണം. നീ ഇപ്പോൾ ശരിയാണ്, നീ വേഗം ചെല്ല്. നീ എന്തായിരുന്നു അവിടെ? എന്താ ഞാൻ സംസാരിക്കുന്നത്? ഒന്നുമില്ലടാ, ഇതല്ലേ റൂട്ട്. നിങ്ങൾ വന്നോ? എടാ, നിങ്ങളെന്താ കുറച്ച് ലേറ്റായി? പിന്നെ ഞങ്ങളുടെ സാധനങ്ങൾ കൊടുത്തോണ്ടിരണ്ടേ? ചേടാ, ഇത്ര ദിവസമാണോ അതിൻ്റെ ഉള്ളിൽ? എടാ, ഇതാരാടാ? നീ പറഞ്ഞില്ലല്ലോ. ഏത്? ഈ മരിയോന്തോ? നീ പൊടപ്പോത്തി മരിയോന്തേ. നീ ആടാ മരിയോന്ത്? ഞാൻ മരിയോന്താരാന്ന് വഴിയെ വിളിക്ക് മനസ്സിലാവും കേട്ടാ. നീ പോയിട്ട് കുളിച്ച്. ഞാൻ പോയി കുളിച്ചിട്ട് വരാവേ. എടി, ഇവ പറഞ്ഞൊന്ന് വിശ്വസിക്കാൻ ഇട. ഞാൻ അറിയണ്ടേ. ഈശ്വര, രണ്ടും കൂടി ചേർന്ന് എനിക്ക് കണ്ടകശം പോലെ ഇഷ്ടാളെ. ഈ വിളിനകർത്തവ കേക്കിലോടെ പൊന്നുമോനി. നീ അതും കേട്ട? അടിപൊളി. എടാ, നീ ഇപ്പോഴും അവൻ ആരാന്ന് പറഞ്ഞില്ല. അവനോ? അത് നീ ചോദിച്ചില്ല അവൻ ആരാണെന്ന്. ഞാൻ പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ചതാണ്. കാരണം പണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവനിങ്ങനെ നോക്കിയിരിക്കുമായിരുന്നു. അവൻ അത്ര എനിക്ക് നല്ല ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടായിരുന്നു. എനിക്ക് ബെസ്റ്റ് ഫ്രണ്ട്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. ആ ടൈമിലാണ് ഈ ഒരു സാധനം കയറി വന്നത്. ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. എനിക്ക് അതുകൊണ്ട് ഞാൻ എന്താ പറയുക, അവൻ്റെ അടുത്ത് നോക്കിയിരിക്കും, സംസാരിക്കും, കളിക്കും, ചിരിക്കും. ഞാനൊക്കെ ആൾക്കിങ്ങനെ പിൻവലിഞ്ഞ് നിൽക്കുമ്പോൾ ഇവനായിരുന്നു എന്നെ എല്ലാത്തിലും കൂടെ നിന്നിരുന്നത്. പക്ഷെ കൂടുതൽ അടുത്തപ്പോഴല്ലേ ഈ മരവൻ്റെ ഒരു സ്വഭാവം
നിന്റെ മുഖം ഇങ്ങനെ പറഞ്ഞ് കൂടാം. അപ്പൊ അവൻ അത്രയ്ക്കും കൂറിനാണോ? ഏയ് അവൻ അത്രയ്ക്ക് കൂറിനാണെങ്കിൽ അവൻ എൻ്റെ കൂടെ നടക്കുമോ? ഏയ് ഇല്ലടി. അവനുണ്ടല്ലോ, അവൻ്റെ ചെറുപ്പത്തിൽ ഞാൻ സൈക്കിൾ ചവിടുന്ന സമയത്ത് എൻ്റെ ഓപ്പോസിറ്റ് വന്ന് നടന്നു പോകേണ്ട ചെറുക്കനെ ഞാൻ അവൻ്റെ നെയ്സെടുത്ത് തട്ടിയിട്ടു. അപ്പോൾ കണ്ടുമുട്ടിയതാണ്. പിന്നെ അവിടെ ഞങ്ങൾ ഒരേ ക്ലാസ്സായിരുന്നു, സ്കൂളായിരുന്നു, എല്ലായിരുന്നു. പിന്നെ അതേ ഞങ്ങൾ ഇവിടം വരെ എത്തി. അതിനുള്ള 10ാം ക്ലാസ് ഞങ്ങൾ ടൈം ആയപ്പോഴാണ് ഞാൻ അവന് വീണ്ടും ഒരു 2 വർഷമായപ്പോഴേക്കും ഞങ്ങൾ ഒരു ബ്രേക്ക് എടുത്ത്. ആ ബ്രേക്ക് എടുത്ത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ കാണാത്തതേ ഈ കോളേജിൽ എത്തിയപ്പോഴാണ്. ഫസ്റ്റ് ഇയർ ആയപ്പോൾ ഞങ്ങൾ അടിച്ചു പൊളിച്ചത്. അതിൻ്റെ സെക്കൻഡ് ഇയർ ആയപ്പോഴാണ് അത് ഇനിയും വന്ന് നിൽക്കണം മുമ്പിൽ. ഞങ്ങൾ ടൈമിങ്ങിൻ്റെ ടീംസാണ്. അത് ശരിയാണ്. നിങ്ങൾ വന്നിരുന്നെങ്കിൽ ഞങ്ങൾ എവിടെ പോയാൽ തൊഴിൽ പോയി കിടക്കേണ്ടി വന്നേനെ. അതും പോരാഞ്ഞിട്ടാണെങ്കിലോ ഇവനാണെങ്കിൽ എന്താ പറയുക, ആകെ ഇടയായിട്ട് എന്തൊക്കെയോ ആലോചിച്ച് തലയിൽ കൂട്ടി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അവനാകെ പാവം. പിന്നെ എന്ത് കാണാൻ ലുക്ക. പറഞ്ഞിട്ട് കാര്യമില്ല. പഠിപ്പിയോടി അതാണ് സഹിക്കാൻ പറ്റത്തെ. ഇവനില്ലെങ്കിൽ ഞാൻ ഇങ്ങനെയൊക്കെ ജയിച്ചു പോലെന്ന് എനിക്ക് പോലും അറിയില്ലായിരുന്നു. പാവം അത്. എന്താ പോലെ. എന്താ മോനെ, നിങ്ങളുടെ മട്ടും മാതിരി കാണുമ്പോൾ നിങ്ങൾക്കൊരു BLന്റെ ഒരു ചാൻസ് ഉണ്ടല്ലേ? ഞങ്ങളുടെ ഇടയിൽ ഫ്രണ്ട്ഷിപ്പ് അല്ലാണ്ട് അല്ലാതെ കൂടുതലൊന്നുമില്ല. നീ ആയിരുന്നു ഉണ്ടാക്കിപ്പിക്കണ്ട കേട്ടാ. അതുകൊണ്ട് ശരിയാ. പാവം ചെക്കൻ ജീവിച്ചു നോക്കട്ടെ, നിന്നൊക്കെ സഹായിക്കണം അവനെ പറഞ്ഞിട്ട് വേണം. മൂയിലും കുഞ്ഞ് പോയിരുന്നു കുളിക്കടാ. മൂയിലും കുഞ്ഞ് നിന്റെ മറ്റൊക്കെ ഓർന്നു സാധനം. പിന്നെ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പോയി കുളിച്ചിട്ട് തരാം. കഴിഞ്ഞ് വേണ്ട മൂട് പോയി എല്ലാം പോയി. അച്ചടാ സാലാടാ പോണത് പൊക്കോട്ടെ. ഹലോ ജെനിഫറെ, നമ്മൾ വന്നിട്ട് പരിചയപ്പെട്ടില്ലല്ലോ. ഹായ്. ഹായ്. ഇപ്പം അവൻ നിന്നെ കുറിച്ച് പറഞ്ഞിട്ട് പോയുള്ളൂ. എടീ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ തമ്മിൽ എന്താ ഒരു ഇത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ഇത് ചോദിക്കാനാണോ മോൻ കുളിക്കാൻ പറഞ്ഞേച്ച്? അല്ല, നീ കുളിക്കാൻ പോയില്ല? ഇല്ലല്ലോ, കുളിക്കാൻ പോയി ഞാൻ ഇവിടെ നിൽക്കുമോ? എടക്കടുവേ, ഞാൻ നിങ്ങൾ രണ്ട് തമ്മിലുള്ള ഒരു എന്താ പറയുക എന്ത്? അയ്യോ അങ്ങനെയല്ലടാ ഞാൻ പറഞ്ഞത്. നിങ്ങൾ രണ്ടുപേർക്കും അറിയില്ലല്ലോ അങ്ങോട്ട്. ഇവൾക്ക് നിന്നെ അറിയാം, പക്ഷെ നിനക്ക് ഇവളെ അറിയില്ലല്ലോ. അത് പറയാൻ വേണ്ടി വന്നതാ. അങ്ങനെ. ഞാൻ ആകെ പേടിച്ചു പോയിടാ. നീ ഒന്ന് മരിക്ക് പറയണ്ടേ. സോറി. എടക്കടുവേ, ഇവളാണ് ജെനിഫർ. ഞാനുണ്ടല്ലോ നീ പോയില്ല 10th ആ ടൈമിൽ 2 വർഷമല്ലേ, +1 +2 ആ ടൈമിൽ കണ്ടുമുട്ടിയ ഒരു കോഴിക്കുഞ്ഞാണ് അതിൽ നിൽക്കണത്. എടാ കോഴിക്കുഞ്ഞല്ലാന്ന് അത്ര പോലും. എടാ നിനക്കറിയോ ഇവള് അവിടെ പോകുന്ന ചെറുക്കന് പോലും അങ്ങനെയൊന്നുമില്ല. ബാക്കി പറഞ്ഞിട്ടാണ് എനിക്ക് കുളിക്കാൻ പോവാ. അപ്പൊ ആ ടൈമിൽ കിട്ടിയ ഒരു സാധനമാണ് ഇതിൽ നിൽക്കണത്. നിന്നെ പോലെ തന്നെയാ. എന്നെ പോലെയോ? നിന്റെ അതേ പൊട്ടിത്തരാം, നിന്റെ അതേ ഇത് കംഫോർട്ടും അങ്ങനെ എല്ലാം കൂടി ഉണ്ട്. അല്ലടാ ഞാൻ അങ്ങനെ കംഫോർട്ട് സോൺ ആണോ? അല്ല ഞാൻ എൻ്റെ കംഫോർട്ട് സോൺ, നീ എൻ്റെ എന്താ പറയാ ഹെല്ലാണ് ഹെല്ലിനോ. എൻ്റെ പൊന്നു കടുവേ, ഈ ചെറിയ കാര്യത്തിൽ നിന്ന് പറയാ. നീ എൻ്റെ കംഫോർട്ട് അല്ലെങ്കിൽ ഞാൻ എൻ്റെ അടുത്തല്ല ഓപ്പണായി പറയുമോ? എൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുമോ ഈ സാധനം? നോക്കിയത് മതി. എടാ കാട്ടുമേലെ പോയി കുളിക്കടാ. നീ പൊടി കുളക്കൂടി. ഇത് ആഘോഷത്തിന്റെ രാത്രിയാണ്. തലയ്ക്ക് വെളിവും കാലിന് ബലവുമുള്ള ഒരാള് പോലും ഇന്നിവിടെ വിട്ടു പോകരുത്. On the floor baby, hit it hard baby, rock the party baby, pattu lengi podi. On the floor baby, hit it hard baby, rock the party baby, pattu lengi podi. കുടുക്കു പൊട്ടിയ കുപ്പായം മുടുത്തു മണ്ടണ കാലത്തെ മിടുക്കി പെണ്ണെ എന്നോട് നെഞ്ചിൻ നടുക്കിരുന്നവളാണേ നീ. On the floor baby, hit it hard baby, rock the party baby, pattu lengi podi. On the floor baby, hit it hard baby, rock the party baby, pattu lengi podi. On the floor baby, hit it hard baby, rock the party, pattu lengi podi. അയ്യോ വീട്ടിൽ വേഗം വാ. ഇവിടെ ഇരുന്ന് നന്നായി. എടാ പൊള്ളിയായിരുന്നല്ലോ ഇന്നത്തെ വെക്കേഷനൊക്കെ. ഇന്ന് തൊട്ടൊക്കെയായിരുന്നു എന്നെ നിങ്ങൾ കൂട്ടിയിട്ട് വളരെ ഏറ്റുവിട്ടടാ ദുഷ്ടന്മാരെ. അതൊക്കെ ഒരു ഫണ്ണല്ലേ പെണ്ണെ. ഓണമാക്കാമാരെ നിങ്ങൾ ഓരോരുത്തർ കാട്ടുകൂട്ടി വയ്ക്കും. ഞാൻ ആ ടൈമിൽ സന്തോഷമായി ചോദിച്ചില്ല. ഇപ്പൊ അങ്ങനെ പറഞ്ഞ മതിയില്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ആടി നീ ചോദിക്കാം ഞങ്ങളുടെ. അത് പിന്നെ നിങ്ങൾക്ക് രണ്ടുപേർക്കും ലവേഴ്സ് എന്തെങ്കിലും ഉണ്ടോ? ഇനി ക്രഷ് എന്തെങ്കിലും? ലവേഴ്സോ അങ്ങനെ പറയാൻ വേണ്ടിയിട്ട് നോ വേ. എനിക്ക് അങ്ങനെ ഒരു ഇത്
അങ്ങനെ തോന്നിയിട്ടില്ലടി, എന്ത് ചെയ്യാനാ. ഏതെങ്കിലും എവന്മാരെങ്കിലും ചോദിക്കണ്ട എൻ്റെ അടുത്ത് ഇഷ്ടമാണോ അല്ലെങ്കിൽ പറയാൻ വേണ്ട, ഒറ്റ വരും. ഓഹോ, അപ്പോൾ വന്നു കഴിഞ്ഞാൽ നീ അക്സെപ്റ്റ് ചെയ്യും. ലവന്മാരോ? വരും. പക്ഷെ അതിന് ആരെങ്കിലും വരണ്ടേ. പിന്നെ ലവന്മാരെന്ന് പറഞ്ഞത് നമുക്ക് അങ്ങനെ ബോയ് ആയാലും ഗേ ആയാലും സ്നേഹമാണ്. അതിൽ ഈ ജെൻഡറൊന്നും ഒരു വിഷയം. അപ്പം ആ കാര്യം പേടി മാറി. അതാ ശരി. എന്തിനാ ഈ ജെൻഡറൊക്കെ നോക്കുന്നത്? എടാ വഹിനെ, നിന്റെ എന്താ? എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ചെറിയൊരു ക്രഷുണ്ട്. അതുപോലെ ലവാറായിട്ട് അതിലിരുന്നിട്ടില്ല. പിന്നെ പ്രണയം എന്ന് പറഞ്ഞത് ഒരാളുടെ നിന്ന് പിടിച്ചു വാങ്ങാനില്ലാത്ത കാരണം അത് നീ തുടങ്ങി. ഇവിടെ നീ അല്ലാണ്ട് ഈ പഠിപ്പിച്ചിനോട് ചോദിക്കൂ. ആ സ്കൂളിലാണെങ്കിൽ സ്കൂളിലത്തെ മിസ്സുമാർ വായുന്ന ക്ലാസ്, ഇവരാണെങ്കിൽ ഇവൻ്റെ ക്ലാസ്. അല്ലടി ഇതെന്തൊരു പതിവ് രണ്ട് വെറൈറ്റി യൂസ് ചെയ്യും. മോളെ സത്യം പറഞ്ഞു ജെനിഫറെ. അത് ഞാനുണ്ടല്ലോ, നിങ്ങൾ ആദ്യം കണ്ടപ്പോൾ ഉണ്ടല്ലോ, നിങ്ങളുടെ പോകുന്നുണ്ട് ഞാൻ നിങ്ങൾ ശരിക്കും പറഞ്ഞ ബിയൽ കപ്പിൾസ് വിചാരിച്ചു പോയി, നിങ്ങൾ ലവേഴ്സ് വിചാരിച്ചു പോയി. അതാ ഞാൻ അങ്ങനെ. എന്ത് അങ്ങനെ തോന്നി? എന്താണ് വിളി പറയുന്നേ? ആർക്കറിയടാ, അതൊന്നും നമ്മുടെ ബോണ്ട് കണ്ട് നമ്മൾ ബേക്കപ്പിളാണ് പോലും. അതിന് ഡൗട്ടല്ലേ, ഏത് ബോയ്സിന് തെറ്റക്കോറ്റം കേട്ടല്ലോ. അങ്ങനെയൊക്കെ പറഞ്ഞാൽ മതിയല്ലോ കോഴിക്കുഞ്ഞ്. അല്ല അപ്പൊ നിനക്കൊതൊന്നുമില്ലേ? നീ പറ, ഞങ്ങളെല്ലാം പറഞ്ഞില്ല ഇപ്പോ. അത് പിന്നെ എനിക്ക് ക്രഷുണ്ട്. അത് നമ്മുടെ വഹിനോടാണ് എനിക്ക് ക്രഷ് എപ്പോഴും ഉണ്ട്. പക്ഷെ അതല്ല, എനിക്ക് ലവും കൂടി ഉണ്ട്. എന്ത് ചെയ്യാനല്ലേ? എന്നോടല്ല എനിക്ക് ഇഷ്ടം. അതൊരു കയ്യപ്പത്തം. നേരത്തെ പറഞ്ഞില്ലേ, ഏത് ബോയ്സിന് തെറ്റൊക്കെ പറ്റും. എടി കുഴിക്കുഞ്ഞ്, നീ എന്നെ ചിരിപ്പിച്ച് കൊല്ലം ഇവിടെ നിൽക്കണം. ഇവനോട് ഇഷ്ടമാണ് പോലും. എന്ത് ഹാൻസം ആയി നോക്കി. അല്ലടി കുരിപ്പേ, നിനക്ക് ഒരാൾ ഇഷ്ടമായിരുന്നു ഞങ്ങളുടെ അടുത്തൊന്നും പറഞ്ഞില്ലല്ലോ. നീ ഇപ്പോഴാണ് അത് ഞങ്ങളുടെ അടുത്ത് പറയണത്. അല്ല നീ ഇത് ആളോട് പറഞ്ഞിട്ടുണ്ട്? അത് പറഞ്ഞു എപ്പോഴും പറയാനുള്ള പ്ലാൻ? ഞാൻ പറഞ്ഞിട്ടില്ല, എന്തായാലും അടുത്ത് തന്നെ ആളുടെ അടുത്ത് പറ. ശരിക്കും ഈ കുറച്ച് ദിവസം ലീവ് കിട്ടി നന്നായി. എൻ്റെ ആഗ്രഹം നമ്മൾ ഇതുപോലെ തന്നെ 3 വർഷം ഇങ്ങനെ ഇരിക്കാമെന്ന് എനിക്ക് നല്ല ആഗ്രഹം. ഞങ്ങളുടെ ആഗ്രഹം അതൊക്കെ തന്നെ. ആവേശത്തേക്ക് നോക്കി ആ ചന്ദന ചുറ്റും ആ നക്ഷത്രങ്ങളെ പോലെ നമുക്ക് മുൻവർക്ക് അതുപോലെ തന്നെ ഉണ്ടാവുന്നു. ഹലോ മക്കളെ, നാളെ ക്ലാസ് ഉണ്ട്. എന്തായാലും ക്ലാസ്സൊക്കെ തുറന്ന് പോയി ഇരുന്ന് കിടന്ന് ഉറങ്ങുക. ബാക്കി നമുക്ക് പിന്നെ സംസാരിക്കാം. അയ്യോ, എടാ അത് ജെനിഫറിൻ്റെ ശബ്ദമല്ലേ? അതേലോ. ഇതിപ്പോൾ എന്ത് പറ്റി? എടി ജെനിഫർ, നിനക്ക് എന്താടി പറ്റി? എടി എന്തെങ്കിലും പറയും. എന്താ പറ്റി? ഒന്നുമില്ല, നിങ്ങളെ ക്ലാസ്സിൽ പോയിക്കോ, ഞാനില്ലെന്ന്. എനിക്ക് തീരെ വയ്യ. അതിന് നീ എന്തിനാ കണ്ടോട്ട് കഴിപ്പിക്കുന്നു? നിങ്ങളോടല്ല പറഞ്ഞ ദേഷ്യം. നീ ഇല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങൾ എന്തെങ്കിലും കാട്ടിക്കൂട്ട്. എൻ്റെ ഈശ്വര, ഇവൾക്ക് ഇതെന്താ പറ്റി? നേരെ കൊടുത്ത പിള്ള കിളിയും പോയ, അല്ലെങ്കിൽ ഇങ്ങനെ കിളിയേ ഇല്ല. എടാ ഇത് മറ്റേതാണോ? എന്ത് ഇതെടുക്കാം. എടാ അതെടുക്ക്. അതെടുത്ത് എവിടെ പോയിരിക്കുന്നു രണ്ടും? ഒന്നുമില്ല, നീ ഇത് വെച്ച. എൻ്റെ കർത്താവേ, ഈശ്വരാ, താങ്ക് യു സോ മച്ച്. എടി പീരിയഡ്സ് ആണ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞാൽ പോലെ. അതെങ്ങനെ നിങ്ങൾ അറിഞ്ഞ്? ഞങ്ങളെന്താ വല്ല മണ്ടന്മാരാന്ന് വിചാരിച്ചോ? പെട്ടെന്നൊരു സുബോധത്തിൽ വന്നിട്ട് ഞങ്ങൾ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ ആദ്യം എനിക്ക് അറിയില്ലായിരുന്നു, അല്ലെങ്കിൽ ഇതിൻ്റെ അടുത്ത് വഴക്കിട്ടേനെ. പെട്ടെന്ന് ഭാഗ്യം പറഞ്ഞപ്പോൾ എനിക്കത് മനസ്സിലായി. എന്തായാലും താങ്ക് യു സോ മച്ച്. എടാ എനിക്ക് സങ്കടം വരുന്നടാ. അതേ പപ്പയുള്ളപ്പെങ്കിൽ പപ്പയെ ഇങ്ങനെ സന്തോഷിപ്പിക്കാതെ സങ്കടം വരുമ്പോൾ ഒന്ന്. അല്ല മോൾ എന്തായി പറഞ്ഞു തരുന്നേ? അതെന്ന് വെച്ചാലേ, എനിക്കൊരാഗ്രഹം തോന്നുന്നു, നിങ്ങൾക്കൊന്ന് പെണ്ണായിട്ടുണ്ട് ലവ് ചെയ്യുന്നു. ഞാനൊരു പെണ്ണ് മാത്രമല്ല, അതുകൊണ്ട് നീ താളകളേക്കാ ഞാൻ എൻ്റെ പട്ടി ചെയ്യും. ഈശ്വര, അവർക്ക് സെറ്റായി കാണൂ. സോറി പറഞ്ഞേക്ക്. എന്തായാലും ഏട്ടാ വഹിനെ, സോറിടാ. ഞാനിങ്ങനെ അങ്ങനെ വെച്ചിട്ടല്ല അങ്ങനെ പറഞ്ഞത്. എന്നൊരു സോറിടാ. അത് നല്ലടാ. എന്താടി നിനക്ക് മുഖത്തേക്ക് സംസാരിക്കുന്ന അറിഞ്ഞൂടെ? മുഖത്തേക്ക് സംസാരിക്കും. എടാ ഞാൻ പറഞ്ഞത് എടാ വഹിനെ, നിലയിലെ കാണാൻ നല്ല ഭംഗിയുണ്ട്. നിന്നെയും കൊള്ളാട്ടോ. കാലത്ത് നിന്റെ നാഗോലി ലുക്ക് കണ്ടപ്പോൾ ഞങ്ങൾ പിടിച്ചു. അല്ല ഇനി കൊള്ളാവോ? പിന്നല്ല, പുള്ളി ഏറ്റുണ്ട്.
ഈശ്വര, എനിക്കിത് എന്തുവാ പറ്റി? ഇനി ഇങ്ങനെ പോയാൽ ക്രഷ് പോയി ലവ് ആവോ? ഈശ്വര, 2 ലവർ. അതൊക്കെ വീട്. അല്ല, ഇന്നത്തെ പിറന്നാൾ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം പ്രത്യേകം എന്താണെന്നറിയോ? ഇന്ന് എന്ത് പ്രത്യേകത? സ്വാതന്ത്ര്യമാണോ? എടി എന്തുകൂടി കത്തുന്നില്ല. ഇത് നിങ്ങൾക്ക് അറിയത്തില്ലേ? ഇന്നൊരു മഹത്വത്തിൽ ജനിച്ച ദിവസം. ഇന്ന് എന്റെ പിറന്നാളാണ് മണ്ടമ്മ. ഓ, നിന്റെ പിറന്നാളാണോ? അതാണ് ഇതൊക്കെ എന്ത് കേപ്പി പറ്റിട്ടോ അല്ലടാ. എന്നാലും നിങ്ങൾക്ക് എന്റെ പിറന്നാൾ ഓർമ്മയിലൂടെ ദുഷ്ട. ഞാൻ വെക്കില്ല, ഞാൻ പോവാ ദുഷ്ടമാരി. എടാ ഇതെടുത്തോ വരെ. ഇതും കൂടെ എടുത്തോ. ഇന്ന് എന്തെങ്കിലും കലക്കും. എടാ ഇത് എവിടെയല്ല വെക്കുക? കറക്റ്റായോടാ. ഇപ്പത്ത് നിൽക്കുന്നെല്ലാം കണക്ക് തന്നെയുണ്ട്. എടാ എനിക്ക് വെള്ളം നിർത്താതാക്കട്ടാ. വയ്യണ്ടായോ എനിക്ക്? കുഴപ്പമൊന്നുമില്ലല്ലോ. എനിക്കൊരു കുഴപ്പമില്ലല്ലോ. കാട്ടുമാക്കത്തി തന്നെ നമുക്ക് ഉണ്ടാക്കി തീർക്കാം. അത് ശരിയാ. നീ അവിടെ കൈ കെട്ട് നോക്കാണ്ട് നീ ബാക്കി പണി ചെയ്യട. ഇന്ന് എടാ എങ്ങനെയാണോ ടേസ്റ്റ്? പൊള്ളിയിട്ടുണ്ട്. അയ്യോടാ, അവളുടെ ഫേവറേറ്റ് ഡിഷ് ഉണ്ടാക്കാൻ മറന്ന്. അയ്യോ ഞാൻ വരങ്ങണ വേഗം. അങ്ങനെ പണി കഴിഞ്ഞു. അല്ല, എവിടെ ആയിക്കോടെ പോയി? അയ്യോ, ഇവിടെ ഞാൻ ഒറ്റയ്ക്കുള്ളൂ. Happy birthday to you. Happy birthday to you. Happy birthday Isabella. Happy birthday മകാച്ചി. ഇതെന്താണിത്? ഞാടാ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ മക്കളെ. അയ്യോ, ഞാൻ എന്തൊക്കെ പറഞ്ഞു. എല്ലാം കഴിഞ്ഞിട്ട് പോപ്പ് പൊട്ടിക്കാൻ വെറുതെ. അയ്യോ താങ്ക്സ് ഉണ്ടാ. ഞാൻ അടുക്കളയിൽ നിന്ന് പോയി നോക്കട്ടെ. നിങ്ങൾ ആരെയും കയറിയോ? എന്റെ കർത്താവ്, ഞാനിത് എന്തോ കാണുന്നേ. അയ്യോ, എങ്ങനെയുണ്ടായിരുന്നു അടുക്കള? എടാ, നിങ്ങൾ എൻ്റെ പിറന്നാൾ ആഘോഷത്തിൽ 8ന്റെ പണിക്ക് മേടിച്ച് തരാ ചെയ്ത്. ആരാണത് ചെയ്തത്? സത്യം പറ, 2 കൂടി എന്തിട്ടാ ചെയ്ത് കൂട്ടിയത്? എവിടെ നോക്കട്ടെ. അയ്യോ, ഇങ്ങനെയൊക്കെ ഉണ്ടായോ? ഞാനൊന്നുമല്ല, അവനാണ്. ഞാൻ മാത്രമൊന്നുമല്ല, അവനും കൂടെ ഉണ്ട്. നിന്റെ പിറന്നാളിൽ ഞങ്ങൾക്ക് ഇതാക്കിയതില്ലേ, സർപ്രൈസ് എന്നല്ലേ. ഇപ്പം ഇങ്ങനെ വയ്യ. ആ പണി അങ്ങനെ കഴിഞ്ഞു. പിന്നെ ഏടാ, ഞാൻ ഉണ്ടല്ലോ വെൽനെസ്സിലൊന്നും മറ്റേ എൻ്റെ അടുത്ത് പറയാൻ പാടില്ല. എനിക്കും പറയണം എല്ലാം. എടാ കെവിനെ, നമുക്ക് ഒന്ന് പുറത്തേക്ക് പോയാൽ. എങ്ങോട്ടാടാ? എങ്ങോട്ടാ പോണേ? അല്ല, നീ എങ്ങോട്ടാന്ന് പറഞ്ഞാലേ നീ ഇങ്ങോട്ട് വരുള്ളൂ. നീ വാടാ. അതിനെന്താണ് നീ മാക്കറി കുരയ്ക്കാൻ നിൽക്കണേ? അല്ല എന്താ പറഞ്ഞേ? മാക്കറി കുരയ്ക്ക്? അങ്ങ് മക കുരയ്ക്കും. നിന്നെ പറഞ്ഞിട്ട് മക്കൾ കുരയ്ക്കും. ഇനി ഇവിടെ നിന്നാലേ തല്ലോട്ട് മാത്രം ഉണ്ടല്ലോ. വാ പോവാം. എങ്ങോട്ടെന്ന് വെച്ചാൽ പോണേ? വെയിറ്റ് ഞാനുണ്ട്. വാവ്, അടിപൊളി. നീ അതിനെ പ്രപ്പോസ് ചെയ്യാൻ പോകണോ? ഞാൻ നിനക്ക് കമ്പിള എനിക്കറിയില്ലല്ലോ. എടാ കെവിനെ, അത് പറയാനാ നിൻ്റെ അടുത്ത് ഞാൻ വന്നേ. നീ എങ്ങനെ എടുക്കുന്ന എനിക്കറിയില്ല. പക്ഷെ ഇപ്പോഴെങ്കിലും ഇത് പറഞ്ഞില്ലെങ്കിൽ ശരിയാന്ന് വെച്ച്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് നിന്നെ ഇഷ്ടമാണ്. നീ ഇത് അക്സെപ്റ്റ് ചെയ്യില്ല എനിക്ക് നന്നായിട്ടറിയാം. ബട്ട് ഉള്ളിൽ എത്ര നാളെങ്കിൽ കൊണ്ടു നടക്കാൻ പറ്റുക? എനിക്ക് ഇവനെ പണ്ടേ ഇഷ്ടമായിരുന്നു. എങ്ങനെ പറഞ്ഞു എനിക്കറിയണ്ടായില്ല. അപ്പോൾ സോറിടാ. നീ എന്താ പറഞ്ഞു എനിക്ക് നന്നായി മനസ്സിലാവുന്നുണ്ട്. ആൻഡ് താങ്ക്സ് ഫോർ ഓൾ. ആൻഡ് ഈ ഡെക്കറേഷനും ഇതിനൊക്കെ. നീ ഇത് വേഗം കഴിച്ച് വീട്ടിൽ പോയിക്കോ. ഞാൻ പോവാം. ബൈ. എടാ കെവിനെ നിൽക്കടാ. ജെനിഫറെ, ഇതെന്തുവാടാ? എടാ, നിങ്ങൾ കണ്ടിട്ടേക്ക് എന്തുവായി തോന്നി? ഞാനിത് ആർക്കും കാണിച്ചെടുക്കാതെ സീക്രട്ട് റൂം നമുക്കറിയാം. ഇതിപ്പോൾ എനിക്ക് എന്തിനാ കാണിച്ചു തരുന്നത്? പിന്നെ നിനക്കല്ലാണ്ട് വേറെ ആർക്കും ഞാൻ കാണിച്ചു കൊടുക്കും. എടാ കെവിനെ, ഐ റിയലി ലവ് യു ടാ. ഇതെങ്കിൽ പെട്ടെന്ന് ആവശ്യം കയറി പറഞ്ഞു പോയതാ. എനിക്ക് ഇങ്ങനെ പറയണമെന്നറിയില്ലടാ. അത്രയൊരു ഇതാണ്. അങ്ങനത്തെ ഒരു വികാരടാ എനിക്ക് നീ. ജെനിഫറിനെ വിട്ട് ഈ ഡെക്കറേഷനൊക്കെ എല്ലാവർക്കും താങ്ക്സ്. പക്ഷേ എനിക്കറിയില്ലടേ എന്തുവാന്ന്. കുറച്ച് നേരത്തെ വഹി വന്നതിനെ പ്രപ്പോസ് ചെയ്യുന്നു. ഇപ്പോൾ നീയും സോറിടാ. വഹിന് ചെവിക്കൊള്ളാതെ നമ്മുടെ കെവിൻ പോയി. കെവിന് ചെവിക്കൊള്ളാതെ ജെനിഫറും പോയി. അത് കഴിഞ്ഞിട്ട് ഇവർ 3 പേര് സംസാരിച്ചിട്ടില്ല, കണ്ടിട്ടില്ല, വേണ്ടിയിട്ട് പോലുമില്ല. கண்டு தவிப்பதேனோ மனம் கலங்கி புலம்புகிறேன். கூந்தல் நெளினில் எழுகொலச்சரினில், கூந்தல் நெளினில் எழுகொலச்சரினில் பருவம் அழிந்ததடி, പരുവമഴി. നീ രണ്ടാളും കുറേ നാളെ ഇത് കാണുന്നു.
നിങ്ങൾ രണ്ടുപേരിൽ ഒരാളെങ്കിലും ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പോഴേക്ക് രണ്ടുപേരും പോയി. എങ്ങനെ ഉണ്ടായിരുന്നു 3 പേര് 3 തരുവാന്നല്ല. എടാ ഞാനൊന്ന് പറഞ്ഞത് കേക്ക്. ഞങ്ങൾക്ക് 2 പേർക്ക് തന്നെ എങ്ങനെ നന്നായിട്ട് അറിയണതാ. എന്നിട്ട് നിങ്ങൾക്ക് എൻ്റെ ഫീലിങ്സ് ഒന്നും മനസ്സിലാക്കാൻ പറ്റിയില്ല. വൈകിനെ നിന്റെ അടുത്തുനിന്ന് പെട്ടെന്ന് ഞാൻ ദേഷ്യപ്പെട്ട് പോയത് എന്തിനാണെന്നറിയോ? പെട്ടെന്ന് നീ പറഞ്ഞ ഷോക്കും അതും പോരാഞ്ഞ് എടാ നിനക്കുള്ള അതേ ഫീലിംഗ് എനിക്കും ഉണ്ടായിട്ടുണ്ട്. അറിയോ നിനക്ക്? നീ കൂടെ ഇരുന്ന് നീ എന്നെ അക്സെപ്റ്റ് ചെയ്യില്ലെങ്കിൽ എന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഞാൻ എന്ത് പറയാം? എടി എനിക്ക് നിനക്കുണ്ടോ, എനിക്ക് നിൻ്റെ അടുത്തുണ്ടോ എനിക്ക് ഫീലിങ്സ്. അത് നിനക്ക്. പക്ഷെ നീ ആ സമയത്ത് എന്തിനാ ഞാനൊരു വാക്ക് പറഞ്ഞിട്ട് മുമ്പ് നീ പോയത്? ഒന്നാമത് വൈകിൻ്റെ അവിടെ ഞാൻ ഇതിക്ക് ഷോക്ക് അടിച്ച് ഇങ്ങനെ കയറി വന്നേക്കുക. അതിൻ്റെ ഇടയിൽ നീ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആകെ എനിക്കൊന്നും പറ്റില്ലടി. എൻ്റെ ലൈഫിൽ നിങ്ങൾ 2 പേര് ഒരേ പാർട്ടാടാ. നിങ്ങളൊന്നും മനസ്സിലാക്കുന്നില്ല എന്തുകൊണ്ട്. ഞാനിങ്ങനെ പെട്ടെന്ന് പോയിന്ന് വെച്ച് 2 പേര് എന്നെ ഒന്ന് കാണാൻ ശ്രമിച്ചു ഇല്ലല്ലോ. ഞാൻ എത്ര വിഷമിച്ചു എന്നറിയോ നിങ്ങളില്ലാണ്ട്. സാരില്ല, നമുക്ക് 3 പേർക്ക് ഇപ്പോൾ ലൈഫ് ലോങ് അങ്ങനെ ചെയ്യിച്ചാലോ? എന്താ നീ എന്തീ പറയുന്നേ? എടാ കിവി നീ എന്തൊക്കെയാ പറയുന്നത്? 3 പേരായിട്ട് 2 പേര് എനിക്ക് 2 കണ്ണുപോലെ. പ്ലീസ് ടാ ഇസബല്ല. നീ എന്താ ഈ സമൂഹം? ഓക്കെ, എനിക്ക് വേണ്ട അടുത്ത് ഫീൽ ഞാൻ അവനെ ഓക്കെ. ഇസബല്ല കിവി നിങ്ങൾ ആലോചിച്ചിട്ടാണ്. പ്ലീസ് ടാ നമ്മൾ 3 പേര് ഇതുപോലെ ഹാപ്പി ആയിട്ട് എനിക്കായാലും നിനക്കാനും ഉൾക്കായാലും ഇത്ര ഹാപ്പി ഇവിടെ വെച്ചാടാ കിട്ടിയത്. പ്ലീസ് ടാ ഇത് ഓക്കെ. കഴിഞ്ഞ വർഷം നമ്മൾ 3 പേരോട്ടും സംസാരിച്ച ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഉണ്ട്. നമ്മൾ 3 പേരും ഒരുമിച്ച് ഇതുപോലെ ഉണ്ടാവണമെന്ന്. വിമർശനങ്ങൾ നമുക്ക് ഇവിടെ ഒരുമിച്ച് ജീവിക്കണമെന്ന് കിട്ടി. ഇനി അവിടെ നിന്ന് അങ്ങനെ തന്നെ ഒരുമിച്ച് ജീവിക്കാം. ഈ വിമർശനങ്ങൾക്ക് നമ്മൾ തോൽപ്പിക്കാൻ പറ്റില്ലല്ലോ. വിമർശിച്ച് നമ്മൾ 3 പേരും ഒന്നിച്ചു. ആകാശത്ത് 3 സ്റ്റാർസ് എന്ന പോലെ നമ്മൾ 3 പേര് അല്ലേ? യെസ്, ഹി ഈസ് ദി മൂൺ, വി ആർ ദ സ്റ്റാർസ്.